മാനവികതയുടെ മഹാമാതൃക തീർത്ത സെൽവനും ആരവ് ചികിത്സാ സഹായ സമിതിയും. ആരവിന്റെ ചികിത്സയ്ക്കായി സ്വരൂപിച്ച തുകയിൽ നിന്നും കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പാർവണയ്ക്ക് 5 ലക്ഷം രൂപ കൈമാറി. പാർവണ ചികിത്സയിൽ കഴിയുന്ന ആലുവ രാജഗിരി ആശുപത്രിയിലെത്തിയാണ് രക്ഷിതാക്കൾക്ക് തുക കൈമാറിയത്. പോർക്കുളം സ്വദേശി സെൽവന്റെ മകനായ 6 വയസ്സുകാരൻ ആരവിന് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനാണ് ആരവ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. നാടൊന്നാകെ നടത്തിയ പരിശ്രമങ്ങളെ വിപുലമാക്കി ആരവ് മരണത്തിന് കീഴടങ്ങിയെങ്കിലും ചികിത്സയ്ക്കായി സ്വരൂപിച്ച പണം മുഴുവൻ ചിലവുകളും കഴിച്ച് 25,47,543 രൂപ ചികിത്സാ സഹായ സമിതിയുടെ അക്കൗണ്ടിലുണ്ട്. ആരവിന്റെ പിതാവ് സെൽവന്റെയും കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ സമ്മതത്തോടും ആഗ്രഹപ്രകാരവും കുന്നംകുളം പ്രദേശത്തെ കൊച്ചുകൂട്ടുകാരുടെ അടിയന്തര സ്വഭാവമുള്ള ചികിത്സാ സഹായത്തിനായി അക്കൗണ്ടിലുള്ള തുക ഉപയോഗിക്കുവാൻ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 8 വയസ്സുകാരി വെള്ളിത്തിരുത്തി സ്വദേശിനി പാർവണയുടെ ചികിത്സയ്ക്ക് തുകയിൽ നിന്നും ഒരു വിഹിതം കൈമാറിയത്. പാർവണയുടെ പിതാവ് അനിലിനെയും മാതാവ് രതിയെയും മറ്റ് ബന്ധുമിത്രാദികളെയും ആലുവ രാജഗിരി ആശുപത്രിയിൽ സന്ദർശിച്ചാണ് ആരവിന്റെ പിതാവ് സെൽവൻ ആരവ് ചികിത്സാ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എം ബാലാജി, ലബീബ് ഹസൻ, മഹേഷ് തിരുത്തിക്കാട്, ബാലചന്ദ്രൻ വടാശ്ശേരി, സി ഗിരീഷ് കുമാർ എന്നിവരടങ്ങിയ സംഘം 5 ലക്ഷം രൂപ കൈമാറിയത്. പാർവണ അതീവ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് വെന്റിലേറ്ററിൽ നിന്ന് മാറിയെങ്കിലും ക്രിട്ടിക്കൽ ഐസിയുവിൽ തന്നെ തുടരുകയാണ്. ദീർഘകാലത്തെ ചികിത്സ ആവശ്യമായി വരുമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ചികിത്സാ ചെലവുകൾ എത്ര രൂപ വരുമെന്ന കൃത്യമായ ഒരു കണക്കും പറയാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. പ്രതിസന്ധിഘട്ടത്തിൽ ഒറ്റയ്ക്കാകില്ലെന്ന് ഉറപ്പു നൽകിയാണ് ആരവ് ചികിത്സാ സഹായ സമിതിക്ക് നേതൃത്വം നൽകിയവരും ആരവിന്റെ പിതാവുമടങ്ങിയ സംഘം ആശുപത്രിയിൽ നിന്ന് തിരിച്ചുപോന്നത്.